ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് സ്ട്രിങ് കോൺകാറ്റിനേറ്റ് എന്ന് നോക്കിയത്. ഇന്ന് നമ്മൾ നോക്കുന്നത് വേരിയബിൾസ് ആണ്. ഐ വിൽ ഡിക്ലെയർ എ വേരിയബിൾ ഇൻ Dart. Okay, I'm going to delete everything and I just have a main function here. And variables എന്താണെന്ന് നമുക്കറിയാം. Variables and anyone who is new to programming, variables are temporary storage location and these are called temporary storage locations. That means നമുക്കൊരു പ്രോഗ്രാം എഴുതുമ്പോൾ നമുക്ക് എന്ത് വേണ്ടി വരും? വി നീഡ് ടു സ്റ്റോർ സം വാല്യൂസ് എന്ത് ചെയ്യേണ്ടി വരും? സ്റ്റോർ ചെയ്യേണ്ടി വരും. സോ വി നീഡ് സം സ്പേസ്. ആ ഒരു ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷൻസിനെയാണ് നമുക്ക് എന്ത് വിളിക്കുന്നത്? നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് വേരിയബിൾസ് ഹാവ് എ ടൈപ്പ്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യു ആർ ഡീലിംഗ് വിത്ത്. സം വേരിയബിൾസ് സം പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ സ്ട്രിക്ട്ലി ടൈപ്ഡ് ആണ്. ദാറ്റ് മീൻസ് നമ്മൾ മെമ്മറിയിൽ റിസർവ് ചെയ്യുന്ന ആ സ്പേസ് റിസർവ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് എന്ത് ടൈപ്പ് ആണെന്നതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മെൻഷൻ ചെയ്യേണ്ടി വരും. ആൻഡ് സംടൈംസ് നമ്മൾ സം ലാംഗ്വേജിൽ എന്തായിരിക്കും ആ ടൈപ്പിനെ കുറിച്ച് നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് മീൻസ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അത് എന്ത് ടൈപ്പാണോ ആ ടൈപ്പിനനുസരിച്ച് അതിന്റെ ആ ലൊക്കേഷനിൽ ആ ടൈപ്പ് സെറ്റ് ആവും. ഓക്കെ, അത് അത്ര ലാംഗ്വേജ് നമ്മൾ ലൂസ്ലി ടൈപ്ഡ് ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പൈത്തൺ, ജാവാസ്ക്രിപ്റ്റ് അത്തരം ലാംഗ്വേജിലൊക്കെ നമുക്ക് ലൂസ്ലി ടൈപ്ഡ് ആണെന്ന് പറയാം. ബട്ട് സി ലൈക്ക് ലാംഗ്വേജ് ലൈക്ക് സി, ഡാർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായിരിക്കും? സ്ട്രിക്ട്ലി ടൈപ്ഡ് ആയിരിക്കും. ദാറ്റ് മീൻസ് വെൻ യു ആർ ഡിക്ലയറിംഗ് എ വേരിയബിൾ യു ഷുഡ് മെൻഷൻ what type of value you are planning to store in that location. Okay, അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. ദർ ആർ ഡിഫറെന്റ് ഡാറ്റ ടൈപ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി വേരിയബിൾ ഷുഡ് ഡെഫിനറ്റ്ലി ഹാവ് എ നെയിം. ഓക്കെ, ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു അതിൽ എന്തുണ്ടായിരിക്കും? മസ്റ്റ് ആയിട്ടും ഒരു ടൈപ്പ് ഉണ്ടായിരിക്കും. ലൈക്ക് ഡാർട്ടിലാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ഒരു ടൈപ്പ് ഉണ്ടായിരിക്കും. Okay, this is how you declare a variable, and first you have to mention what is a type, then the variable name. Then if you have any value, initially നമുക്ക് എന്തെങ്കിലും വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ ആ ടൈപ്പ് അനുസരിച്ചുള്ള വാല്യൂ അതിലേക്ക് എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യണം. സോ ഐ എം ഗോയിങ് ടു സ്റ്റോർ സം നെയിം ഹിയർ. ഓക്കെ, ദെൻ എൻഡ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്. ആ എൻഡ് ഓഫ് ലൈൻ എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്തു. ആൻഡ് ദിസ് ഇസ് എ സ്ട്രിംഗ് വേരിയബിൾ. ആൻഡ് ഇത് കണ്ടു കഴിഞ്ഞാൽ മെമ്മറിയിൽ എന്ത് ചെയ്യും? സ്ട്രിംഗ് ടൈപ്പിലുള്ള ഒരു ലൊക്കേഷൻ റിസർവ് ചെയ്യും. അതിലേക്ക് എന്ത് ചെയ്യും? അതിന്റെ പേരെന്തായിരിക്കും? നെയിം എന്നായിരിക്കും. അതിലേക്ക് എന്ത് സ്റ്റോർ ആവും? ഈ ഒരു വാല്യൂ അതിലേക്ക് എന്ത് ചെയ്യും? സ്റ്റോർ ആവും. ഓക്കെ, ആൻഡ് നമ്മൾ വേരിയബിൾ നെയിമിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ദർ ആർ സം നെയിമിംഗ് കൺവെൻഷൻസ്. ലൈക്ക് വേരിയബിൾ നെയിംസ് എപ്പോഴും എന്തായിരിക്കും? സ്റ്റാർട്ട്സ് വിത്ത് ഒന്നുകിൽ ഒരു അണ്ടർസ്കോർ ഓർ വിത്ത് എ ലെറ്റർ. ഓക്കെ, ഒരു ലെറ്റർ വെച്ചിട്ടോ ഒരു അണ്ടർസ്കോർ വെച്ചിട്ടോ സ്റ്റാർട്ട് ചെയ്യും. ഇറ്റ് വോണ്ട് സ്റ്റാർട്ട് വിത്ത് എ നമ്പർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യില്ല. ഓക്കെ, ദെൻ ഇഫ് യു ഹാവ് ടു വേർഡ്സ് ലൈക്ക് എനിക്ക് ഇങ്ങനെയുണ്ട് ഫസ്റ്റ് നെയിം എന്നാണെങ്കിൽ you can't leave a space between, like never write like this. You need to have either write like this or you have to put an underscore like this. Okay, അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ രണ്ടാമതൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. സ്ട്രിംഗ് ഫസ്റ്റ് നെയിം ഈക്വൽ ടു അലക്സ് എന്ന് ഞാൻ എഴുതി. put a semicolon and take a look at the convention, and Dart follows this convention. Your first letter should be small letter, and if you have a second word we start with a capital letter again. Okay, or you can put something like this. ഇതേപോലെ എഴുതാം. ഇറ്റ് വോണ്ട് ത്രോ an error, but it will throw an error. ഇങ്ങനെ സ്പേസ് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പൈലർ കാൺ ഇന്റർപ്രറ്റ് ദിസ് തിങ് ആൻഡ് വാട്ട് ഇസ് ദിസ് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കില്ല. ഇത് സ്ട്രിങ് ഓക്കെ ദിസ് ഗൈ ഈസ് ഗോയിങ് ടു ഡിക്ലെയർ സംതിങ്, എന്തോ സാധനം ഡിക്ലെയർ ചെയ്യാൻ പോകണം. ഐദർ ഒരു ഫംഗ്ഷൻ ആവാം, അതല്ലെങ്കിൽ ഒരു വേരിയബിൾ ആവാം. ഇനി എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ നെയിം അല്ലെങ്കിൽ വേരിയബിൾ നെയിം ആയിരിക്കും. അപ്പൊ ഞാൻ ഓക്കെ ഐ ജസ്റ്റ് റോട്ട് വൺ നെയിം ഹിയർ. ഇനി എക്സ്പെക്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഫംഗ്ഷൻ ആണെങ്കിൽ ഈ ബ്രാക്കറ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്നത് എന്തായിരിക്കും? ഒരു വേരിയബിൾ ആണെങ്കിൽ ഇനീഷ്യൽ വാല്യൂ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്ത് സ്പേസ് ഇട്ടത്. അപ്പോൾ ദിസ് വിൽ ക്രിയേറ്റ് എ കൺഫ്യൂഷൻ. സോ for avoiding that you have to write something like this is perfectly valid, but this is not the industry standard അനുസരിച്ച് നമ്മൾ എഴുതുമ്പോൾ you should write like this. Okay, if you are dealing with Dart. Okay, then ഇതാണ് എന്ത്? this is how you declare a string variable in Dart. Okay, നമ്മൾ എന്ത് ചെയ്തു? വാല്യൂ അതിലേക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. Okay, I think it is clear. ഇനി ഞാൻ പറഞ്ഞിരുന്നു വേരിയബിൾസിന് ഒബ്വിയസ്ലി അതിനകത്ത് സ്ട്രിക്റ്റ് ആയിട്ട് എന്തുണ്ടായിരിക്കും? ഒരു ടൈപ്പ് നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ കൊടുക്കണം. ഇപ്പം ഞാൻ ഐ എം ഗോയിങ് ടു ഡിലീറ്റ് എവറിത്തിങ് ആൻഡ് ലെറ്റ് മീ റൈറ്റ് ഇറ്റ് ഫ്രം സ്ക്രാച്ച്. ഓക്കെ, ഐ നീഡ് ടു സ്റ്റോർ ദ നെയിം. Okay, then I need to have a variable for storing the name. String
full name equal to, you can store a name here. Okay, I need to store the age of this guy. ഇയാളുടെ ഏജ് സ്റ്റോർ ചെയ്യണം. സോ നമുക്ക് പറയാം, നമുക്ക് ഏജ് നമ്മൾ എപ്പോഴും ഇൻറ്റീജർ ആയിരിക്കും. അതിലേക്ക് എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ ഇൻറ്റീജർ ആണ്. നമ്മൾ 13.5 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സ് 15.5 വയസ്സ് നമ്മൾ പറയാറില്ല. നമ്മൾ 15, 35, 40 എന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? int age equal to, I'm going to have age here. Then I need to store the address of this person. So string address equal to street number 2. I just have an imaginary address. Then I need to store the height of this person. String height equal to, and I need 172.5. Then height string ആയിട്ടാണ് പാസ് ചെയ്തത്. Then I need to have is this guy is married or not. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരാളോട് മാരീഡ് ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഒന്നെങ്കിൽ എസ് ഓർ നോ ആയിരിക്കും. അപ്പോൾ ആ എസ് ഓർ നോ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? ബൂലിയൻ ടൈപ്പ് ആയിരിക്കും. സോ യു ക്യാൻ ഹാവ് എ ബൂൾ ഈസ് മാരീഡ്. ഈസ് മാരീഡ് ഈക്വൽ ടു ട്രൂ എന്ന് ഞാൻ കൊടുത്തു. And these are the types. Now you can see different types. One is let me make this to double. Double, and so you can get rid of this quotes. Now you can see this is a string type and this is an integer type. This is again a string type, a double value, a bool value, and I think you know string is collection of characters. If you want to store an integer value, you can use int type. Then if you want to store some decimal values, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡബിൾ എന്നുള്ള ടൈപ്പ് ഉപയോഗിക്കാം. ആൻഡ് സി ലൈക്ക് ആണെന്ന് പറഞ്ഞു, പക്ഷേ ഇവിടെ എന്തില്ല, ദർ ഇസ് നോ ഫ്ലോട്ട് എന്നുള്ള ടൈപ്പ് ഇവിടെ ഇല്ല. എവറിത്തിങ് ഇസ് ഡബിൾ. ദെൻ ബൂലിയൻ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? ബൂൾ ടൈപ്പ് ഉപയോഗിക്കാം. ദെൻ അതർ ടൈപ്സ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ടൈപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, വി ഡിക്ലയർഡ് സം വേരിയബിൾസ് വിത്ത് ഡിഫറെൻറ്റ് ടൈപ്സ്. ദെൻ യു ക്യാൻ ട്രൈ ടു ഔട്ട്പുട്ട് ദിസ് തിങ്. ഔട്ട്പുട്ട് ചെയ്യേണ്ടത് ഡിസ്പ്ലേ ദ ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം? ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യണം? ഡീറ്റെയിൽ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? യു നീഡ് ടു പ്രിന്റ്. യു ക്യാൻ ഹാവ് എ സിംഗിൾ ഇൻഡിവിജ്വൽ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്. പ്രിന്റ് നെയിം ഈസ് ഡോളർ. നമ്മൾ നെക്സ്റ്റ് തൊട്ടുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ച സ്ട്രിങ് ഇന്റർപോളേഷൻ, ഫുൾ നെയിം. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയൊക്കെ എഴുതാം. പ്രിന്റ് നെയിം ഈസ് ഡോളർ, ഫുൾ നെയിം ഞാൻ എഴുതി. ഇതേപോലെ നമുക്ക് ഇതിന്റെ താഴെ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രിന്റ് ഏജ് ഈസ് ഡോളർ ഏജ്. then you can have all other fields. You can try it out. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നത്. വാട്ട് ഇഫ് യു വാണ്ട് ടു ഡിക്ലെയർ ഇൻ എ സിംഗിൾ ലൈൻ? ഒരു സിംഗിൾ ലൈനിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ താഴെ എഴുതി കാണിച്ചുതരാം. ഐ ഹാവ് എ വേരിയബിൾ int a equal to 20, int b equal to 25 എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. You can make this thing in single line. int a equal to 20, int b equal to 25, and this is perfectly valid. And don't forget to put the semicolon. Semicolon ഇടാൻ മറക്കരുത്, അല്ലെങ്കിൽ എറർ ഉണ്ടായിരിക്കും. Then what if like this? int a, int c, d, e എന്ന് ഞാൻ എഴുതി. ആൻഡ് ദിസ് ഈസ് ഓൾസോ വാലിഡ്. നമ്മൾ ഒരേ ടൈപ്പിൽ എന്ത് ചെയ്തു? 3 വേരിയബിൾസ് എഴുതി. ആൻഡ് യു ക്യാൻ ഹാവ് int c equal to 0, and d equal to 20, and e equal to 10, and this is also valid. And this is how you can declare variables. And ഇപ്പോൾ ഞാൻ ഇൻറ്റീജർ ടൈപ്പാണ് എഴുതിയത്. ഇതേപോലെ നിങ്ങൾക്ക് ഓൾ ടൈപ്സ് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് എഴുതാം. ദെൻ സംടൈംസ് നമുക്ക് എന്ത് വേണ്ടി വരും? യു നീഡ് ടു ഡിക്ലെയർ കോൺസ്റ്റൻസ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് കോൺസ്റ്റൻസ് ഡിക്ലെയർ ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നത്.